പീരുമേട് തോട്ടാപ്പുര മീൻമുട്ടി വനത്തിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സീതയുടെ മരണത്തിലെ ദുരൂഹതകൾ മറനീക്കി പുറത്തുവരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായ പീരുമേട് ഡിവൈഎസ്പി വിശാൽ ജോൺസന്റെ നേതൃത്വത്തിൽ പോലീസ് വകുപ്പും വനം വകുപ്പിൻ്റെയും ഫോറൻസിക് വിഭാഗത്തിൻ്റെയും സംയുക്ത പരിശോധന ഈ മേഖലയിൽ ഇന്ന് നടന്നു. ഈ പ്രദേശങ്ങളിൽ കാട്ടാനയുടെ സാന്നിധ്യമുണ്ടോ എന്നതായിരുന്നു പ്രധാന പരിശോധന. സീതയെ ആന ആക്രമിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് സംഘം പരിശോധന നടത്തി. ആനയുടെ സാന്നിധ്യമുണ്ടായിരുന്നതായും കണ്ടെത്താൻ കഴിഞ്ഞു എന്ന തരത്തിൽ സൂചനകൾ വരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർക്കൊപ്പം സീതയുടെ ബന്ധുക്കളും സ്ഥലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ തെളിവെടുപ്പിന് അവരുടെ കൂട്ടത്തിൽ പോയതല്ലേ, അവിടെ എന്തായിരുന്നു അവിടെ കണ്ടത്? ആന മൊത്തം തകർത്ത് വരും, അമ്മയെ വലിച്ചിട്ട് ഇതൊക്കെ ഉണ്ടാകുന്നു. തള്ളി ഇന്ത്യയൊക്കെ സ്ഥലമൊക്കെ കണ്ടുകൊണ്ട് ചവിട്ടി നോക്കിച്ച് മൊത്തം ചവിട്ടി പൊട്ടിയ തലമൊക്കെ ചവിട്ടി കളിച്ച് ഒരു മരമൊക്കെ തള്ളി മാറ്റി അതിൻ്റെ ഇടയ്ക്ക് കയറി അമ്മയെ പിടിക്കാൻ വേണ്ടി. എന്നിട്ട് അമ്മയെ വലിച്ചു മാറ്റി ഫോട്ടൊക്കെ ഞാൻ പോയി കണ്ടായിരുന്നു. അതെല്ലാം അവരെയും കാണിച്ചു കൊടുത്തോ? അവരെല്ലാം അവർക്ക് അത് ബോധ്യമായ അവസ്ഥയാണോ നിങ്ങൾക്ക് തോന്നിയത്? ഇതിനിടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ബിനുവിനെയും കുടുംബത്തെയും മാനസികമായി ബുദ്ധിമുട്ടിച്ചു എന്ന് കാണിച്ച് പീരുമേട് തഹസിൽദാർക്ക് കുടുംബം പരാതിയും നൽകി. ന്യൂസ് ബ്യൂറോ, പീരുമേട് ലൈവ്.